വിശുദ്ധ പത്രോസ്ലിഹ, വിശുദ്ധ പൗലോസ്ലിഹ. അതിനുശേഷം എന്തിനു പറയുന്നു? വിശുദ്ധ അൽഫോൻസാമയുടെ ഉപേക്ഷിക്കപ്പെട്ട ആ അതായത് റൂമിൽ നിന്ന് എടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പായും മോശമായ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയ ഒരു മാനസിക രോഗിയായ സ്ത്രീ പോലും സൗഖ്യപ്പെട്ടതായിട്ട് അൽഫോൻസാമയുടെ പുണ്യവതിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ യേശുവിന്റെ നാമത്തിൽ പോലും ഇന്ന് അത്ഭുതങ്ങൾ നടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിന്, ഒരു ആത്മീയ വിടുതൽ ശുശ്രൂഷയ്ക്ക് എന്തുകൊണ്ട് ഒരു മാനസിക രോഗിക്ക് സൗഖ്യം കിട്ടിക്കൂടാ? നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ ഇക്കാര്യത്തിൽ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ ഓൺലൈൻ ശുശ്രൂഷ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ആരംഭിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ പെന്തക്കോസ്താ തിരുനാളിന്റെ അന്ന് അതിന്റെ പിറ്റേ ദിവസം ആരംഭിച്ചതാണ്. അതിനുശേഷം വളരെ കുറഞ്ഞ ദിവസം മാത്രമേ വീഡിയോ ഈ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാത്തുള്ളൂ. നമ്മളിത് ചെയ്യാനുള്ള കാരണം, ഈ സോഷ്യൽ മീഡിയ വഴി ഇന്ന് വിശ്വാസത്തെയും കർത്താവിനെയും അപകീർത്തിപ്പെടുത്തുന്നതിന് ഒരു കണക്കുമില്ല. ഇവിടെയൊക്കെയും പലപ്പോഴും ക്രിസ്തുവിനെ ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവർ, അതിനായിട്ട് അഭിഷേകം പ്രാപിച്ചവരും ഒക്കെ നിശബ്ദരായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പണ്ട് നാട്ടുപുറത്തൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, അകത്തുനിന്നൊരു തള്ള് പുറത്തുനിന്നൊരു വലി. ഇവിടെ സഭയ്ക്കുള്ളിൽ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സാത്താന്റെ സന്തതികൾ അതിനെ കൂട്ടുപിടിച്ചോ അല്ലാതെയും ക്രിസ്തുവിനെ വളരെ വേദനിപ്പിക്കുന്ന, അതായത് ലോകത്തിന് മുമ്പിൽ പിച്ച് ചീന്തുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഒരു 2 വർഷം മുമ്പ് എല്ലാ ആഴ്ചയിലൊന്നും ഒരു ലേഖനങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ വഴി, എനിക്ക് വലിയ എന്താ പറയണ്ടേ, ഫിലോസഫിയോ തിയോളജിയോ വലിയ ബൈബിൾ പാണ്ഡിത്യോ ഒന്നും വെച്ചിട്ടൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് ഞാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണാൻ ഇടവരുന്ന ഓരോ മക്കളും. അതായത് ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിലും പോയിട്ട് ധ്യാനം കൂടാതെയും ഒരു നൊവേനപ്പള്ളികളിലും പോകാതെയും എന്നാ പറയട്ടെ, യാതൊരു വിശ്വാസമില്ലാതെ പാപാവസ്ഥയിൽ മുഴുകി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊന്ന് കണ്ടിട്ട് ഇതിലൂടെ എന്തെങ്കിലും ഒരു പോയിന്റ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവനൊരു മാനസാന്തരം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചത്. പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം വാളെടുത്തവൻ വാളാം നശിക്കുമെന്നാണ് തിരുവചനം പോലും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനെ എടുക്കുന്നോ അത് നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ അതിനാൽ തന്നെ നമ്മുടെ ജീവിതം തീരും. ഞാൻ അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പണം ഉണ്ടാക്കാനായിട്ട് ആത്മീയതയുടെ പരിവേഷം കെട്ടിയാൽ, അതിന്റെ മുഖംമൂടി അണിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് പൊളിഞ്ഞു വീഴും.